സോ ന്യൂട്രലായിട്ട് നോക്കുക. കൂടുതലും ഒരു പ്രോപ്പർ സപ്ലൈയിൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സെല്ലിലേക്ക് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് ലോങ് ടൈമിലേക്കുള്ളതല്ല, ഈ കാണുന്ന ഒരു പ്രോപ്പർ ഡിമാൻഡ് ലെവൽ വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് പറ്റും. ഹൈ ഓൾ, വെൽക്കം ടു പ്രിയ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമുക്ക് ഇന്നലത്തെ യൂറോ യൂഎസ്ഡിയുടെയും അതുപോലെ തന്നെ ഗോൾഡിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഒരു ഡെയിലി ചാർട്ട് ഫസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഒരു ഡെയിലി ലെവലിലുള്ള ഒരു സെൽ ഏരിയയിലാണ് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു സെൽ റെസ്പോൺസ് കാണിക്കുന്നത്. സോ ഇത് ഒരു പ്രോബിലിറ്റി ഉള്ള ഒരു സെൽ ഏരിയ തന്നെയാണ്. ഇവിടെ തന്നെ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു 4200 ലെവൽ വരെ പ്രൈസ് ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ 4300 ലെവലിൽ ഒരു ബേസ് ഉണ്ട്, അതായത് പ്രൈസ് ഒരു സപ്പോർട്ട് എടുത്തൊരു ഏരിയ ഉണ്ട്, അതിനാണ് ബേസ് എന്ന് പറയുന്നത്. സോ ആ ബേസിലേക്ക് വന്ന് പ്രൈസ് മുകളിലേക്ക് പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ന്യൂട്രൽ ആയിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ സപ്ലൈയിൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി തന്നെ നോക്കാവുന്നതാണ്. നമുക്കൊരു 1 ഹവറിലേക്ക് ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സെൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 ഹവറിന്റെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ 50% ലെവലിലേക്ക് പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റിൽ ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സെല്ല് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന 4340 എന്ന് പറഞ്ഞ ലെവലിൽ ഫസ്റ്റ് ടാർഗറ്റ് പ്ലാൻ ചെയ്യാം. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 4304 എന്ന ലെവൽ വരെ സെക്കൻഡ് ടാർഗറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ കാണുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ചെയ്ത് പിന്നെയും ഒരു ഇൻവേഴ്സ് ആയിട്ട് പിന്നെയും വേറെ ഒരു ബൈ സൈഡിലേക്കുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ബൈ നോക്കാം. ആ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഏഷ്യ ഹൈ വരെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏരിയ. സോ ന്യൂട്രൽ ആയിട്ട് നോക്കുക. കൂടുതലും ഒരു പ്രോപ്പർ സപ്ലൈയിൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സെല്ലിലേക്ക് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് ലോങ് ടൈമിലേക്കുള്ളതല്ല, ഈ കാണുന്ന ഒരു പ്രോപ്പർ ഡിമാൻഡ് ലെവൽ വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് പറ്റും. സോ നമുക്ക് ഇനി യൂറോ യൂഎസ്ഡിയുടെ അപ്ഡേറ്റ് നോക്കാം. യൂറോ യൂഎസ്ഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ലാസ്റ്റ് NFPയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു മൊമെന്റമാണ് ഈ കാണുന്ന എൻറ്റയർ ന്യൂയോർക്ക് സെഷൻ. സോ പ്രൈസ് ഒരു പതുക്കെ ഒരു ഡ്രോപ്പ് ചെയ്തിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി പ്രൈസ് തീർച്ചയായിട്ടും ഈ കാണുന്ന ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും സെഷൻസിന്റെ ഹൈ എടുത്തതിന് ശേഷം ന്യൂയോർക്കിൽ സെൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന SSL വരെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. സോ ഈ SSL എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഈ കാണുന്ന ഈ NFPയുടെ ഹൈ തന്നെ എഗെയിൻ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ യൂഎസ്ഡിയിൽ ഭയങ്കര സ്ലോ ആയിട്ടുള്ള മൊമെന്റ് ആണ് നമുക്ക് കുറച്ച് നാളായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലോങ് ടാർഗറ്റ് വെക്കാതെ തന്നെ റീസെന്റ് ആയിട്ടുള്ള ഏരിയസിൽ ഫസ്റ്റ് DP സെക്കൻഡ് DP ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണുന്ന സെൽ ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ താഴെ ഒരു 4 ഹവറിന്റെ ഒരു 1 ഹവറിന്റെ ക്യാൻഡിൽ ക്ലോസിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് ഇനിയും ഒരു താഴത്തേക്ക് ഒരു പുൾ ബാക്കിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഈ കാണുന്ന SSLന്റെ താഴെ ഒരു 1 ഹവർ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഒരു സെൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് 1.15 ലെവലാണ്. സോ തീർച്ചയായിട്ടും ആ ഏരിയയിൽ എത്തിയതിന് ശേഷം പിന്നെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ യൂഎസ്ഡി. നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.